زكريا يحيى بن شرف الوالد وبحفظ من خاتمة المحققين من الأبواس يا أحمد بن محمد بحق شيخنا ومرسله وموفقنا وبحقوق جميع مشايخنا وأجدادنا ومشايخ المسلمين الله خاصة بحق جميع مشايخنا في سلسلة القادرية وفي سلسلة القادرية الأندلسية الأدبية وفي سلسلة الرفاعية وفي سلسلة الأحمدية البدنية السلوكية وفي حق جميع الأبطال والأقدار والانتقال المتسلمين في هذه المواقع وبحق كل هذا الزمان وفي هذا المكان وبحقوق جميع الأولياء المرحومين في أخبار هذه البلدة وبحقوق جميع المؤمنين والمؤمنات والمرحومين والمرحومات في مقبرة هذه البلدة وأنصارهم ومحبيهم وزوارهم اللهم بارك في كتاب في هذه المدرسة اللهم بارك في هذه المدرسة اللهم بارك في افتتاح وبناء هذه المدرسة اللهم بارك في القوم يقدم المساعدة الدليلة ببناء وإنقاذ هذه المدرسة اللهم بارك في والدي ومعلمي وخادمي هذه المدرسة اللهم احفظ هذه المدرسة من شر الحاسدين من شر الساحرين من شر الظالمين ومن شر المفسدين والمفتنين والأعداء ومن شرور المبتدعين من جميع الشرور اللهم تقبل منا بناء هذه المدرسة اللهم تقبل منا إفتتاح هذه المدرسة اللهم بارك في هذه المدرسة اللهم بارك في هذه البلدة اللهم بارك في أهل هذه البلدة اللهم بارك في المساجد والمدارس والمعاهد في هذه البلدة اللهم بارك في جميع القائمين في حقوق هؤلاء الشهداء اللهم اجعل جميعنا بعد المظلوم والفضل عليه بأمرك وبيته علينا وعلى جميع المسلمين والرؤساء اللهم ثبت أقدمتنا وعقيدتهم على اللهم وفقنا وإياهم لمثل هذه القصص اللهم إنا نسألك اللهم اغفر ذنوبنا اللهم صل اللهم صل اللهم صل وأزواجنا والمسلمين اللهم صل بنا وإياهم اللهم احفظنا واحفظهم من شر الجن والإنس والشياطين والظالمين والأعداء والأنباط എന്നിട്ട് മഹാനായ തങ്ങൾ അവർ നമുക്ക് ഇതിനു വേണ്ടി അവസരം കണ്ട് ഇതിനെ ഉദ്ഘാടനം ചെയ്തത് നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാ കാര്യത്തിലും ഇവിടെ ദുനിയാവിൻ്റെ ആഹ്റത്തിൻ്റെ കാര്യം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. മഹാനായ തങ്ങൾ അവിടുത്തെ സ്ഥാനത്തോട് യോജിക്കുന്നതற்கு എൻ്റെ സ്വന്തം വകയിൽ ഈ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചുകൂടിയ ഇതിൽ സുസ്ഥാന അതുപോലെ തന്നെ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾ, മാധ്യമങ്ങൾ, മുത്താലിമികൾ അവിടെ എത്തിച്ചുകൂടിയ എല്ലാവർക്കും ഒറ്റവാക്കി എൻ്റെ സ്വന്തം വകയായ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചു. സെക്രട്ടറി ഖജാൻജി അടക്കമുള്ള ഈ ജമാഅത്തിന്റെ നേതാക്കന്മാരും പ്രകടിപ്പിച്ചുകൂടിയ കച്ചവട പണ്ഡിതന്മാർ, മറ്റുള്ള പ്രമുഖർ, മറ്റ് കാണപ്പെട്ട വ്യക്തികൾ, സ്നേഹികളായ വിദ്യാർത്ഥികൾ,
കോഴിക്കോട് ആവശ്യമാണ് ഭക്ഷണം ഇതിൻ്റെ ബുദ്ധിമുട്ട് പറയണം. വേറെ എന്ത് ചെയ്യണമെങ്കിൽ മുമ്പായിട്ട് ഒരു ദിവസമായ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുക. ഈ മദ്രസ കെട്ടിടങ്ങളൊക്കെ പഴയ കാലത്ത് നമുക്കറിയാമല്ലോ, അടിയിൽ പിന്നെ നമ്മുടെ വാപ്പന്മാരുടെ ഓത്തുകൊണ്ടിൽ നിന്നാണ് പഠിച്ചത്. ഇരുന്ന് നട്ടിരുന്നാണ് ഇത് പഠിക്കുന്നത്. ഇത് എഴുതി പഠിച്ചവരാണ്. ഇത് നമ്മളൊക്കെ പഠിക്കുന്ന കാലമായപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സമസ്തകളുടെ ജമീയത്തിലൊന്നും അംഗീകരിച്ച മദ്രസയിലാണ് ഞാനൊക്കെ പഠിച്ചത്. പക്ഷേ ആ മദ്രസയുടെ രൂപം തന്നെ പറഞ്ഞപ്പോൾ മദ്രസ അടിയിൽ ഇഷ്ടികയോ അല്ലെങ്കിൽ ഇതുപോലെ ടൈൽസോ അല്ലെങ്കിൽ ഗ്രാനൈറ്റുകളോ അതൊന്നും അതൊക്കെ വാങ്ങിയില്ലായിരുന്നു, വെറും മണ്ണായിരുന്നു. പക്ഷേ ആ മദ്രസ കുറേ കാലങ്ങൾ ഞങ്ങൾ ആ മണ്ണിൽ തന്നെ ഇരുന്ന് പഠിച്ചു. മദ്രസ ഡെസ്കിലായിരുന്നു, ഒരു ബെഞ്ച് മാത്രമായിരുന്നു. സമസ്തയുടെ ജമീയത്തിൻ്റെ പ്രഗത്ഭരായ മുഖ്യമായി പെട്ടവരാണ് കണാമന കുഞ്ഞുമുഹമ്മദ് ചെയ്യുന്നത് അപൂർവമാകുന്നത്. അധികം ഞങ്ങൾ മദ്രസ ചെറുതായി വാക്കാണ് ഞങ്ങൾ ആ പ്രദേശത്തിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ പ്രസിഡന്റ് ബാബനോട് മൊബൈൽ പറഞ്ഞ മദ്രസ ഡെസ്ക് ഉണ്ടാക്കണം. ആ വാപ്പ മൊബൈലോട് പറഞ്ഞു, ഡെസ്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഉൾക്കൊണ്ടോണമെന്നില്ല. ഈ ബെഞ്ച് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് ഞങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ അതായത് അങ്ങനെ ചെയ്തിട്ടാണ്. അതിന് എന്തിനു ബെഞ്ച് നോക്കിയത് നമ്മളൊക്കെ നശിച്ചിരുന്ന് പഠിച്ചവരല്ല പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്ര സാഹസപ്പെട്ടാണ് ഈ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ബെഞ്ച് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഡെസ്ക് ഉണ്ടാക്കാൻ ഞങ്ങളോട് പറയാനാണ് ആഗ്രഹിച്ചത്. ഏതായാലും അടുത്ത വർഷം ഞങ്ങളൊക്കെ മദ്രസയിൽ 3-2 പഠിക്കാൻ കാലമായപ്പോൾ ഡെസ്ക് മദ്രസയിൽ എല്ലാ ക്ലാസ്സുകൾ എത്തി. ഡെസ്ക് നമ്മളൊക്കെ വിചാരിച്ചത് ഉയർന്നു കുറഞ്ഞ കുട്ടികളെ കേൾക്കിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ പ്രസംഗം പിന്നെ ഈ ഡെസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് എഴുതാൻ നമ്മുടെ പുസ്തകം കൊണ്ടുവരാണെന്നൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ പുരോഗമിച്ച് പിന്നെ വളരെയധികം ഉയർന്നു നമ്മുടെ മദ്രസയുടെ വിജയങ്ങളൊക്കെ ആധുനികമായി കൊണ്ട് സജ്ജീകരിക്കപ്പെട്ടു. കുട്ടികൾക്കാണെങ്കിൽ നല്ല സൗകര്യമുള്ളതായ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ്സുകളും വരെ നമ്മൾ സംവിധാനം ചെയ്തു. ഒരു കുട്ടിക്കൊരു മേശ, ഒരു കുട്ടിക്കൊരു ചെയർ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ അതൊരു ആവശ്യമാണ്. ഭൗതികമാകുന്ന സൗകര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ചെയ്തു കൊടുക്കും. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശ്രദ്ധ മുഴുവനും പഠിക്കുന്ന സമയത്ത് പഠിപ്പിൽ കേന്ദ്രീകരിക്കണം. അപ്പോൾ അവിടെ വന്നിട്ട് വീട്ടിൽ നല്ല സൗകര്യമുണ്ട്, വീട്ടിൽ എ സി ഉണ്ട്, വീട്ടിൽ ഫാനുണ്ട്, വീട്ടിലെ അടിയിൽ ടൈലറ്റ് ഇടുന്ന, ഇവിടെ അടിയിലാണെങ്കിൽ മണ്ണാണ്, മുകളിലാണെങ്കിൽ ഫാനില്ല, അല്ലെങ്കിൽ എ സി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയുടെ ശ്രദ്ധ മുഴുവനും ആ ഒരു മണിക്കൂറൊക്കെ കുട്ടിനെ പഠിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ചില മദ്രസകളൊന്നും അറിയില്ല. ചില മദ്രസകളൊക്കെ ഞങ്ങളുടെ തങ്ങന്മാരുടെ ഒക്കെ സ്വഭാവം ഒരു വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭാര്യനെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും, അപ്പം തന്നെ കൊണ്ടുപോകും. എന്തുപോലെയാണ് ഇപ്പോൾ കുട്ടികളെ മദ്രസയ്ക്ക് എനിക്ക് ഉമ്മ പുറത്തിട്ടാണ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പോലും വന്നിരുന്നത് എൻ്റെ സ്കൂളിലെ ബസ് വന്നിരുന്ന പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുട്ടികൾക്ക് മദ്രസ പഠിക്കാനുള്ള അതുപോലുള്ള സമയമില്ല. ഈ കുറഞ്ഞ സമയത്ത് തന്നെ കുട്ടിൻ്റെ ശ്രദ്ധ മുഴുവനും പഠിപ്പിൽ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഉസ്താദന്മാർ പറഞ്ഞെന്നറിയും. ഉസ്താദന്മാരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്കുണ്ടായത് ചെറിയൊരു നന്മെങ്കിലും വരെ ഇതിനുണ്ട്. അതുകൊണ്ടാണ് അത്ര അല്ലെങ്കിൽ ഒന്നും ഇതിന് കഴിയില്ല. അപ്പോൾ ഇത് സ്കൂളിൽ പഠിച്ചാൽ സ്വീകരിച്ചൊരു മാർഗമുണ്ട്, ഇതിൽ പഠിപ്പിച്ചൊരു മാർഗമുണ്ട്. ഒരു ആയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആയത്തിൻ്റെ എല്ലാ മാന്യതകളും ആ ആയത്തിൻ്റെ പ്രഭാസികളും ആ ആയത്തിൽ നിന്ന് പിന്നീട് രീതികളാവുന്ന അഴിമത്തിൽ മനസ്സിലാക്കി പഠിക്കപ്പെടുന്ന മസായികൾ, ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം, അതിൻ്റെ ആരോഗ്യങ്ങൾ, മക്കളികൾ, അതിനെ ഓതേണ്ട ഇതൊക്കെ ഒരു ആയത്ത് ഓതുന്ന സമയത്ത് തന്നെ എൻ്റെ ലിമിറ്റ് കെട്ടിക്കപ്പെടും. അതാണ് ആയത്ത് ഓതി കേട്ടിട്ട് ചിലപ്പോൾ മറ്റേ കെട്ടിക്കപ്പെടും. ആയത്ത് ഓതുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും കേൾപ്പിക്കപ്പെടും. അപ്പോൾ ഒരു നിമിഷം ഒരു മിനിറ്റ് പറ്റിയൊരു ആയത്ത് വരാമെന്നുണ്ടെങ്കിൽ ആ ആയത്തിനോട് ബന്ധപ്പെട്ട എല്ലാം പഠിക്കാനും ആ നിമിഷം വന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീരോട് പറഞ്ഞില്ല, നാളെ നടക്കണ്ട
ഈ ആശയങ്ങൾ മുഴുവൻ ലഭിയ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. അതൊരു പുതിയ ടെക്നോളജിയാണ്. അതായത് ഒരു നിമിഷം കൊണ്ട് ഒരുപാട് പഠിക്കുന്നത്. ഒരാൾ കേൾക്കുന്നത് ഒന്ന് മാത്രമല്ല. ഇപ്പൊ നമ്മൾ അലസിലായിരുന്നു അത് നാട്ടിലൊക്കെ കേൾക്കണം. റസൂൽ അത് മാത്രമല്ല കേൾക്കുന്നത്, ആ സമയത്ത് തന്നെ പലതും കേൾക്കണം. അപ്പൊ ആ നിലത്തിലുള്ള ടെക്നോളജി എന്ന് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിയുടെ അതൊന്നും നമുക്കിപ്പോൾ സാധിക്കുകയില്ല. അത് കഴിയുന്നതും പരമാവധി കുറഞ്ഞ സമയത്ത് പലതും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ നമ്മളും സ്ഥാപനത്തിൽ കൊടുത്ത് ആ നിലക്ക് കുറേയൊക്കെ ശ്രമിച്ച് കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥകളുടെ നിയമങ്ങളിലൊക്കെ മതത്തെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ റസൂലുള്ളാഹിക്ക് രീതി പഠിപ്പിച്ചു കൊടുത്ത ആ സ്വഭാവം, റസൂലുള്ളാഹി പഠിച്ച ആ സ്വഭാവത്തിൽ നമുക്ക് കാണും. എങ്കിലും കുട്ടികളെ കുറച്ച് സമയം കൊണ്ട് പലതും പഠിപ്പിക്കേണ്ടി വന്നു നമ്മൾ. കാരണം കുട്ടികളെ നമുക്ക് ഇതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത്